നമസ്തേ. സനാതനധർമ്മത്തെ അശ്ലീലം എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞതിനെ എന്ത് രീതിയിലാണ് നാം കാണേണ്ടത്? മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദനും ഈ അടുത്തിടെയായി നടത്തുന്ന ഹിന്ദു സനാതനധർമ്മ വിരുദ്ധ പ്രഭാഷണങ്ങളും പ്രചാരണങ്ങളും ആകസ്മികം ആണെന്നോ? എന്തെങ്കിലും ലക്ഷ്യം മുന്നിൽ കാണാതെ പാർട്ടി അണികൾക്ക് മുന്നിൽ തങ്ങൾ ഹിന്ദു വിരുദ്ധരാണെന്ന് സ്വയം കാണിക്കാനുള്ള ഒരു വിക്രിയയായി മാത്രം നമുക്കിതിനെ കാണാൻ സാധിക്കുമോ? തീർച്ചയായും ഇല്ല. സനാതനധർമ്മം മനുസ്മൃതിയാണ് എന്നും അത് അശ്ലീലമാണെന്നുമുള്ള MV ഗോവിന്ദന്റെ പ്രസ്താവന CPMന്റെ ജില്ലാ സമ്മേളനത്തിലാണ് ഇക്കഴിഞ്ഞിടെ ഉണ്ടായത്. വളരെ വ്യക്തമായ ലക്ഷ്യത്തോടു കൂടിയാണ് പിണറായി വിജയനും ഗോവിന്ദനും ഹിന്ദു ധർമ്മത്തെ ലക്ഷ്യമിടുന്നത് എന്ന് പറയാതെ വയ്യ. ഇക്കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ 19 സീറ്റിലും പരാജയം വാങ്ങിയ CPMന്റെ ദയനീയ സ്ഥിതിക്ക് കാരണം SDPI അടക്കമുള്ള ഇസ്ലാമിക തീവ്രവാദി ജിഹാദി സംഘടനകൾ UDFനെ പിന്തുണച്ചതാണ് എന്നാണ് അവരുടെ കണ്ടെത്തൽ. ഈ ജിഹാദി വോട്ട് ബാങ്കിനെ പ്രീണിപ്പിക്കുവാനും പിന്തുണയ്ക്കുവാനും അതുവഴി വോട്ട് ബാങ്ക് രാഷ്ട്രീയം തങ്ങൾക്ക് അനുകൂലമായി മാറ്റാനുമുള്ള ആസൂത്രിത ഗൂഢാലോചനയാണ് പിണറായി വിജയനും MV ഗോവിന്ദനും മാറി മാറി നടത്തുന്ന പ്രസ്താവന എന്ന കാര്യത്തിൽ ഇപ്പോൾ കേരളത്തിലെ പൊതുസമൂഹത്തിന് സംശയമൊന്നും തന്നെയില്ല. ഭാരതീയരെയും ഭാരതീയ സംസ്കാരത്തെയും വിലയിരുത്തുവാനും മനസ്സിലാക്കുവാനും പിണറായിയുടെയും ഗോവിന്ദന്റെയും കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന് ഒരിക്കലും കഴിയില്ല എന്ന് തന്നെ പറയാം. കാരണം മാർക്സ് പോലും ഭാരതത്തെ മനസ്സിലാക്കാൻ കഴിയാതെ പോയി എന്നും വളരെ കുറച്ച് മാത്രമേ വായിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നും പറഞ്ഞ സാഹചര്യത്തിൽ ഭാരതത്തെയും സനാതനധർമ്മത്തെയും ഭാരതീയ സംസ്കാരങ്ങളെയും മൂല്യങ്ങളെയും കുറിച്ച് കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിക്ക് ഒന്നും അറിയില്ല എന്ന കാര്യം വളരെ വ്യക്തമാണ്. മനുസ്മൃതിയാണ് ഭാരതീയ സംസ്കാരം എന്ന് ഗോവിന്ദൻ കരുതുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസക്കുറവും വിവരമില്ലായ്മയും കൊണ്ട് തോന്നുന്നതാണ് എന്ന് പറയാനേ പറ്റൂ. മനുസ്മൃതി അക്കാലത്തെ രാജഭരണത്തിൽ ഉപയോഗിച്ചിരുന്ന ഒരു നിയമസംഹിതയാണ്. അതിനുശേഷം സ്മൃതികളിലും നിയമസംഹിതകളിലും എത്ര മാറ്റമാണ് വന്നത്? ചാതുർവർണ്ണ്യം തന്നെ ഇന്നത്തെ രീതിയിൽ വികലമായി ഉപയോഗിച്ച് സമുദായ സ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിന് പിന്നിൽ ബ്രിട്ടീഷുകാരുടെ ആസൂത്രിതമായ ശ്രമമുണ്ട് എന്ന കാര്യം ചരിത്രരേഖകളിലൂടെ പുറത്തു വന്നിട്ടുള്ളതുമാണ്. മരിയാവർത്തിന്റെ താങ്ക് യു ഇന്ത്യ എന്ന പുസ്തകം ബ്രിട്ടീഷുകാർ നടത്തിയ ആസൂത്രിത ഗൂഢാലോചന രേഖകൾ ഉദ്ധരിച്ച് പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. ധർമ്മത്തിന്റെയും മോക്ഷത്തിന്റെയും മതിൽക്കെട്ടുകൾക്കുള്ളിൽ അർത്ഥകാമങ്ങൾ വിന്യസിക്കുന്ന പുരുഷാർത്ഥങ്ങളെയാണ് ഹിന്ദുത്വം വിഭാവനം ചെയ്യുന്നത്. എന്തിനേയും ഏതിനേയും അറിയാതെ വിമർശിക്കുകയും പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്യാത്ത കമ്മ്യൂണിസം കാലാകാലങ്ങളായി ലക്ഷ്യമിടുന്നത് ഭാരതത്തിലെ ഹിന്ദുത്വത്തെ തന്നെയാണ്. സനാതനധർമ്മത്തെ തകർത്താൽ മാത്രമേ ഭാരതത്തെ ഇസ്ലാമികവൽക്കരിക്കുവാനും ക്രൈസ്തവവൽക്കരിക്കാനും ആഗോളതലത്തിൽ പണം പറ്റി നടത്തുന്ന മാഫിയ പ്രവർത്തനങ്ങൾക്ക് വേരോട്ടം ഉണ്ടാകൂ എന്ന തിരിച്ചറിവിലാണ് ഹിന്ദുക്കളിൽ ജാതി സ്പർദ്ധ ഉണ്ടാക്കാനും സനാതന സംസ്കാരത്തിന്റെ ശാസ്ത്രീയവും സാംസ്കാരികവും ചരിത്രപരവുമായ അടിത്തറയെ തള്ളാനും ഹിന്ദുത്വത്തിൽ ഒന്നുമില്ല എന്ന് വരുത്തുവാനുമൊക്കെ ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷ ചരിത്രകാരന്മാർ അടക്കം സ്വാതന്ത്ര്യത്തിന് ശേഷം കേരളത്തിലും ഭാരതത്തിലും സർവകലാശാലകൾ കേന്ദ്രീകരിച്ച് നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ ഇത് തുറന്നു കാട്ടുന്നതാണ്. ജിനോം തിയറി വന്നപ്പോൾ ഇക്കഴിഞ്ഞ ആണ്ടുകളിൽ എല്ലാം ഭാരതത്തിലേക്ക് ഒരു അധിനിവേശവും ഉണ്ടായിട്ടില്ല എന്ന് കണ്ടെത്തിയതാണ്. ആര്യൻ ഇൻവേഷൻ എ മിത്ത് എന്ന കൃതി ആര്യൻ അധിനിവേശത്തിന്റെ പൊള്ളത്തരം പൂർണ്ണമായും തുറന്നു കാട്ടിയതാണ്. ഗ്രീസ്, റോം, യൂറോപ്പ്, അമേരിക്ക, ഇറാൻ, കംബോഡിയ തുടങ്ങിയ ദ്വീപുകളിലും ഒക്കെ തന്നെ പ്രാചീന ആര്യാവർത്തത്തിന്റെ തിരുശേഷിപ്പുകൾ കണ്ടെത്തിയിട്ടുണ്ട്. മയൻ സംസ്കാരത്തിന്റെ ഇന്നും തുടരുന്ന ആചാരങ്ങൾ മുഴുവൻ ഹിന്ദുത്വത്തിൻ്റെതാണ് എന്നും അവരുടെ ചടങ്ങുകൾ തുടങ്ങുന്നത് ഗണപതി സ്തുതിയോടെയാണ് എന്നും കവി വിഷ്ണു നാരായണൻ നമ്പൂതിരി രേഖപ്പെടുത്തിയത് ഇവിടെ ഓർമ്മിക്കുകയാണ്. ഹിന്ദുവിന്റെ ഗ്രന്ഥം ഏതാണെന്നോ സ്ഥാപകൻ ആരാണെന്നോ പറയാൻ കഴിയാതെ സഹസ്രാബ്ദങ്ങളായി നൂറുകണക്കിന് ഋഷിമാരും വേദങ്ങളും ഉപനിഷത്തുകളും അടക്കമുള്ള ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളും ഒക്കെയായി ഒരു മഹാസാഗരം മുന്നിൽ കണ്ടിട്ടും അത് അശ്ലീലമാണ് എന്ന് തോന്നുന്ന MV ഗോവിന്ദന്റെ ശംഖ മാറ്റിക്കൊടുക്കാൻ പാർട്ടിയിലെ ഹിന്ദു സഖാക്കളാണ് ശ്രമിക്കേണ്ടത്. എന്നാൽ അവർ ചെയ്യുന്നതോ മറ്റേത് സഖാക്കളെക്കാളും അസഹിഷ്ണുത കൂടുതൽ കാണിക്കുന്നത് ഇവർ തന്നെയാണ്. CPMൽ നടക്കുന്ന ഇരട്ടത്താപ്പ് ഇനിയെങ്കിലും തിരിച്ചറിയാൻ പാർട്ടിയിലെ പ്രവർത്തകർക്ക് കഴിയുമോ എന്നറിയില്ല. CPMൽ പ്രവർത്തിക്കുന്ന മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും പള്ളിയിൽ പോകാം. മാത്രമല്ല പാർട്ടി സമ്മേളനങ്ങളിൽ പോലും മതേതര പാർട്ടിയാണെന്ന് പ്രഖ്യാപിക്കുന്ന CPM മുസ്ലിം പ്രവർത്തകർക്ക് നിസ്കാരപ്പുര ഒരുക്കാനും
പായ വിരിക്കാനും അല്പം പോലും മടി കാണിക്കാറുമില്ല. അതേസമയം ശബരിമലയിൽ പോകുന്ന ഹിന്ദു സഖാക്കൾക്കെതിരെ നടപടിയെടുക്കുവാനും മന്ത്രി എന്ന നിലയിൽ പോലും ക്ഷേത്രങ്ങളിൽ പോയാൽ ഒന്ന് തൊഴാനും തീർത്ഥം വാങ്ങിക്കാതിരിക്കാനുമുള്ള അപകർഷതാ ബോധം സൃഷ്ടിക്കുന്ന ഈ പാർട്ടിയുടെ ജടിലമായ ചിന്തകളെ മതനിരപേക്ഷ ചിന്തകളായി വ്യാഖ്യാനിക്കാൻ കഴിയുമോ? സിമി നിരോധിച്ചതിനു ശേഷം പാർട്ടിയുടെ ഊടും പാവും തകർക്കുന്ന നിലയിൽ അടിമുടി ഇസ്ലാമിക ജിഹാദി തീവ്രവാദികൾ കടന്നുകയറിയെന്ന് ആക്ഷേപം ഉയർന്നത് ഇക്കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിലും എറണാകുളം ജില്ലാ സമ്മേളനത്തിലും ഒക്കെയാണ്. അതിനെ പ്രതിരോധിക്കാൻ കഴിയാതെ പാർട്ടി പൂർണ്ണമായും ജിഹാദികൾക്ക് അടിമപ്പെടുമ്പോൾ പാർട്ടി സംവിധാനത്തിൽ നിന്ന് നൂറുകണക്കിന് സാധാരണ പ്രവർത്തകർ, പ്രത്യേകിച്ച് പാർട്ടിയുടെ എക്കാലത്തെയും അടിത്തറയായിരുന്ന ഈഴവ സമുദായം അടക്കമുള്ളവർ പുറത്തേക്ക് വരുമ്പോൾ ഹിന്ദുത്വം അശ്ലീലമാണ് എന്ന് പറയുന്ന ഗോവിന്ദൻ ഏത് നാട്ടിലാണ് ജീവിക്കുന്നത്? പിണറായി വിജയന്റെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാന പ്രശ്നം ക്ഷേത്രത്തിൽ പുരുഷന്മാർക്ക് ഷർട്ടിട്ട് കയറാൻ കഴിയുന്നില്ല എന്നതാണ്. ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിൽ എത്തിയപ്പോൾ കൈകൂപ്പിത്തൊഴാനുള്ള അന്തസ് കാണിക്കാത്ത പിണറായി വിജയന് ഭക്തർ ഷർട്ടിട്ട് പോയാൽ എന്ത്, ഷർട്ടിടാതെ പോയാൽ എന്ത്? പിന്നെ മുഖ്യമന്ത്രി എന്ന നിലയിലാണ് എങ്കിൽ പിണറായി വിജയൻ ഒരിക്കലും ആ പദവിയോട് പൂർണ്ണ നീതി പുലർത്തി എന്നതായി തോന്നുന്നൊന്നുമില്ല. അതേസമയം നല്ല പിതാവ് എന്ന നിലയിലും നല്ല അമ്മായിയപ്പൻ എന്ന നിലയിലും നല്ല പാർട്ടി സഖാവ് എന്ന നിലയിലും പിണറായി നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി പദത്തിൽ എത്തിക്കഴിഞ്ഞാൽ മുഖ്യമന്ത്രി എല്ലാ പാർട്ടിക്കാരുടേതുമാണ്, എല്ലാ പൗരന്മാരുടേതുമാണ്. വോട്ട് ചെയ്യാത്തവരുടെയും വോട്ട് ചെയ്തവരുടേതുമാണ് എന്നോർക്കണം. എണ്ണിയാൽ ഒടുങ്ങില്ല പിണറായി സഖാവിന്റെ വീരഗാഥകൾ പറഞ്ഞു തുടങ്ങിയാൽ. രണ്ടാം ഊഴം 8 വർഷം പിന്നിടുമ്പോഴെങ്കിലും ഇതേക്കുറിച്ച് വിലയിരുത്തുവാനും ഭരണത്തിലെ അപാകതകൾ നീക്കി എല്ലാ പൗരന്മാർക്കും ഒരേപോലെ നീതി ഉറപ്പാക്കാനും കഴിഞ്ഞില്ല എങ്കിൽ കേരളം കണ്ട ഏറ്റവും മോശം മുഖ്യമന്ത്രിയായിരിക്കും പിണറായി വിജയൻ എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ലാത്ത കാര്യം തന്നെയാണ്. സ്വന്തം മുഖ്യമന്ത്രി പദവിയിൽ നീതി നടപ്പാക്കാത്ത പിണറായി വിജയൻ എന്തിനാണ് ക്ഷേത്രങ്ങളിലെ ഭക്തരുടെ കാര്യത്തിൽ ഇടപെടാൻ ശ്രമിക്കുന്നത്? മാത്രമല്ല, ദൈവമേ ഇല്ല എന്ന് ഉറക്ക വിളിച്ചു നടക്കുന്ന ഇക്കൂട്ടർക്ക് എന്ത് അവകാശമാണ് ഇത്തരം കാര്യങ്ങളിൽ അഭിപ്രായം പറയുവാനായി ഉള്ളത്, ഇത്തരം വിശ്വാസങ്ങളിൽ അഭിപ്രായം പറയുവാനായി ഉള്ളത്? ക്ഷേത്രങ്ങളിലെ ആചാരങ്ങളും വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ നോക്കുവാനും കാലോചിതമായി അത് പരിഷ്കരിക്കുവാനും അതിനായി നിയോഗിക്കപ്പെട്ട തന്ത്രിമാരും പൂജാരികളും ധർമാചാര്യന്മാരും ഒക്കെയുണ്ട്. ഭാരതത്തിലെ ഹിന്ദുക്കളിലെ അനാചാരങ്ങൾ ഇല്ലാതാക്കിയത് നിയമങ്ങൾ മൂലമല്ല, ഹിന്ദു സമൂഹം തന്നെയാണ് അതിനുവേണ്ടി മുൻകൈ എടുത്തത് എന്ന് പിണറായി വിജയനും MV ഗോവിന്ദനും ഓർമ്മിക്കണം. പന്തിഭോജനത്തിനും മിശ്രഭോജനത്തിനും വഴിയൊരുക്കിയതും വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യത്തിനും ആരാധനാ സ്വാതന്ത്ര്യത്തിനും ഒക്കെ പ്രക്ഷോഭം നടത്തിയതും ഹിന്ദുക്കൾ തന്നെയായിരുന്നു. ഹിന്ദു മതത്തിലെ എല്ലാ അനാചാരങ്ങളും പരിഷ്കരിക്കുവാനുള്ള നീക്കങ്ങൾ ഉണ്ടായിട്ടുള്ളതും സമൂഹത്തിനുള്ളിൽ നിന്ന് തന്നെയാണ് എന്നോർക്കണം. ബ്രാഹ്മണ സമൂഹത്തിൽ വിധവാ വിഭാഗത്തിന് അനുകൂലമായും ഘോഷ സമ്പ്രദായത്തിനെതിരായും കേരളത്തിൽ പോലും പരിഷ്കരണ ശ്രമങ്ങൾ ഉണ്ടായത് നമ്മുടെ സമുദായത്തിനുള്ളിൽ നിന്ന് തന്നെയാണ് എന്നോർക്കണം. അതേസമയം പിണറായി വിജയനും MV ഗോവിന്ദനും കണ്ണടയ്ക്കുന്ന ചില കാര്യങ്ങൾ കൂടി ഒന്ന് ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ. മുത്തലാഖിനെതിരെ ഇന്നുവരെ ഒരു വാക്ക് CPM പറഞ്ഞിട്ടുണ്ടോ? മുത്തലാഖിനെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊണ്ടുവന്ന നിയമത്തെ അനുകൂലിക്കുന്നുണ്ടോ? ഷഹമാനു കേസിൽ രാജീവ് ഗാന്ധി കൊണ്ടുവന്ന ഭരണഘടനാ ഭേദഗതി CPM എതിർക്കുന്നുണ്ടോ? ഇസ്ലാമിക സമ്പ്രദായത്തിൽ പരിഷ്കരണം കൊണ്ടുവരുന്നതിനായി ആവശ്യപ്പെടാനുള്ള നട്ടെല്ല് പിണറായിക്കോ MV ഗോവിന്ദനോ ഉണ്ടോ? MV ഗോവിന്ദന് മനുസ്മൃതിയും ഹിന്ദുത്വവും അശ്ലീലമായി തോന്നും. കാരണം കർമ്മബന്ധവും കർമ്മഫലവും ഹിന്ദുക്കളിൽ വിശ്വാസത്തിന്റെ അടിത്തറയാണ്. കണ്ണും മനസ്സും വാക്കും പാണിപാദാദിയും കൊണ്ട് 4 തരത്തിൽ കർമ്മങ്ങൾ ചെയ്യുന്നു. എപ്രകാരം കർമ്മം ചെയ്യുന്നുവോ അപ്രകാരം ഫലം നേടുന്നു. കർമ്മഫലമായി ഇടപെടാതെയും ഇടകലർന്ന സുഖദുഃഖങ്ങൾ നാം അനുഭവിക്കുന്നു. കർമ്മം പുണ്യമോ പാപമോ ആയിക്കൊള്ളട്ടെ, അതിന് നാശം എന്നൊന്നില്ല. ഫലം തന്നിട്ടേ അത് അടങ്ങുകയുള്ളൂ. ആന്തൂരിലെ പാർത്ഥ കൺവെൻഷൻ സെന്റർ സാജനോട് ചെയ്തത് വെള്ളം പൂശാനും രക്ഷപ്പെടുത്താനും അടിമകളായ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ചിലപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാകും. പക്ഷേ അതിന്റെ കർമ്മഫലം PK ശ്യാമളയെ മാത്രമല്ല, അതിന് നേതൃത്വം നൽകിയ ഗോവിന്ദനെയും കാത്തിരിപ്പുണ്ട് എന്ന് ഓർക്കുന്നത് നല്ലതാണ്. രാഷ്ട്രീയം കുത്തിത്തിരിപ്പിന്റേതല്ല, സത്യത്തിന്റെയും സത്യസന്ധതയുടെയും ആകണം. വോട്ട് ബാങ്കിനും താൽക്കാലിക ലാഭത്തിനും വേണ്ടി സമൂഹത്തിൽ ചിത്രം സൃഷ്ടിക്കാനുള്ള പിണറായിയുടെയും ഗോവിന്ദന്റെയും ശ്രമം
കൃത്യമായ ആസൂത്രണത്തോടുകൂടി തന്നെയുള്ളതാണ്. അക്കാര്യം വെള്ളാപ്പള്ളി നടേശനും ജി സുകുമാരൻ നായരും അടക്കമുള്ള പ്രബല സമുദായ നേതാക്കളും സന്യാസി വര്യന്മാർക്കും ഹിന്ദു സംഘടനാ നേതാക്കൾക്കും വ്യക്തമായി മനസ്സിലായിട്ടുമുണ്ട്. അതിന്റെ ഫലവും അനുരണനങ്ങളും വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാവുക തന്നെ ചെയ്യും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശ്രമിക്കുന്നത് ഹിന്ദുത്വത്തെ തകർക്കാനാണ്. ഹിന്ദുത്വത്തിൽ ഒന്നുമില്ല എന്ന് വരുത്തുവാനും മറ്റു ചിലരിൽ എല്ലാം ഉണ്ട് എന്ന് വരുത്താനും ശ്രമിക്കുന്നതിന് പിന്നിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ്. ഇത് തിരിച്ചറിയാനുള്ള വിവേകം ഹിന്ദു സമൂഹത്തിന് ഉണ്ടാകുന്ന ദിവസം തീരും ഹിന്ദു നവോത്ഥാന നായകരാകാനും ആചാരങ്ങൾ പരിഷ്കരിക്കാനുമുള്ള ഈ ശ്രമങ്ങൾ. അതിനി ഏറെ ദിവസമൊന്നും വേണ്ട എന്ന കാര്യം കൂടി ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ. ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്താം. ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും അതാത് രാജ്യത്തെ പരമ്പരാഗത വേഷങ്ങൾ ധരിച്ച ഹജ്ജ് കർമ്മത്തിനെത്തിയവരുടെ ചിത്രങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇവരൊക്കെ ഷർട്ട്, കുർത്ത, ഷർവാണി, കോട്ട് എന്നീ നാനാവിധ മേൽവസ്ത്രങ്ങൾ ധരിച്ച് വന്നവരാണ്. എന്നാൽ അവരുടെ പരിശുദ്ധ ഹജ്ജ് കർമ്മം തുടങ്ങിയാൽ അവരുടെ വേഷവിധാനം ഈ കാണുന്നതാണ്. അവരുടെ ഇടയിൽ ആ കാര്യത്തിൽ ആശയക്കുഴപ്പം ഒന്നും തന്നെയില്ല. ഇക്കാര്യത്തിൽ ഇടപെടാനൊട്ട് ആരും വരുന്നുമില്ല. കാലത്തിനൊപ്പം നടന്ന മതമാണ് ഹിന്ദു മതം എന്ന് നിങ്ങളൊന്ന് ഓർക്കുന്നത് വളരെ നല്ലതാണ്. നവോത്ഥാന മെക്കാനിസം അതിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. ഒരു ഭരണാധികാരിയുടെയും തിട്ടൂരം അതിന് ആവശ്യമില്ല. അത് പറയുന്നവരുടെ തോളിലോട്ട് വലിഞ്ഞു കയറിയിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ചെയ്യുമില്ല. നാടിന് ഗുണം ചെയ്യുന്ന വിഷയങ്ങൾ വല്ലതും നിങ്ങൾ ചർച്ച ചെയ്യാൻ നോക്കൂ സഖാക്കളെ. ആർക്കും ഒരു ദ്രോഹവും ചെയ്യാത്ത ഹൈന്ദവ ആചാരങ്ങൾ ബലം പ്രയോഗിച്ച് മാറ്റാനൊന്നും നിങ്ങൾ ശ്രമിക്കേണ്ട. നൂറ്റാണ്ടുകളായി സ്വയം മാറ്റത്തിന് വിധേയമാണ് ഹിന്ദുമതം. എന്തുകൊണ്ട് ഇത് മാറ്റാൻ ആരും ശ്രമിക്കുന്നില്ല? ഞാൻ ഈ പറഞ്ഞ കാര്യം ഇതും അതും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? പറഞ്ഞാൽ തീരില്ല. ഇനിയുമുണ്ട് ഏറെ പറയാൻ. പറയിക്കരുത് ഇനിയും എന്ന് പറഞ്ഞ് നിർത്തുകയാണ്.